കൂടെ ട്രെയിൻ യാത്രക്കാരിയെ തള്ളിയിട്ട് ബാഗും മൊബൈൽ ഫോണും കവർന്ന പ്രതി സ്ഥിരം കുറ്റവാളി. ട്രെയിനിനുള്ളിൽ കവർച്ച പതിവാക്കിയ ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സെയ്ഫിനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത്. തൃശൂർ സ്വദേശി അന്നമ്മ ജോസിൽ നിന്ന് കവർന്ന പണവും രേഖകളും കണ്ടെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലായി 30ഓളം കേസുകളിൽ പ്രതിയായ ഇയാളുടെ കേരളത്തിലെ ആദ്യ കവർച്ചയാണ് ഇത്. യാത്രക്കാരെ ആക്രമിച്ചോ ഭീഷണിപ്പെടുത്തിയോ ട്രെയിനുകളിൽ കവർച്ച പതിവാക്കിയ കുറ്റവാളിയാണ് പിടിയിലായത്. കവർച്ചയ്ക്ക് ശേഷം കേരളം വിട്ട പ്രതി തിരികെയെത്തി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് മുഹമ്മദ് സെയ്ഫ് അസ്ഗർ അലി ചൗധരിയെ അന്വേഷണ സംഘം പിടികൂടിയത്. ഗാസിയാബാദ് സ്വദേശിയാണെങ്കിലും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ കൂടുതൽ മോഷണ കേസുകളും. കേരളത്തിലിത് ആദ്യത്തെ കേസാണ്. വെള്ളിയാഴ്ചയാണ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ നിന്ന് തൃശൂർ സ്വദേശിയായ അന്നമ്മ ജോസിനെ തള്ളിയിട്ട് ഇയാൾ ബാഗും 8500 രൂപയും മൊബൈൽ ഫോണും കവർന്നത്. ഇതിനുശേഷം RPF-ഉം കേരള റെയിൽവേ പോലീസും ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. സംഘം പൻവേലിലടക്കമെത്തി പരിശോധന നടത്തി. ഇതിനിടെയാണ് ഇയാൾ കേരളത്തിലേക്ക് തിരികെ വന്നത്. ഇയാൾക്ക് കൂടുതലുള്ളത് റോബറി കേസുകളാണ്. 392 അതായത് 2024 റോബറി കേസുകളാണല്ലോ. അതായത് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ സാധനം കിട്ടിയില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആക്രമിച്ചോ പണം കവരുന്ന രീതിയാണല്ലോ. അതുകൂടാതെ ഇയാൾക്ക് ചീറ്റിംഗ് കേസുണ്ട്, NDPS ആക്ട് കേസുണ്ട്, അത് ഗാസിയാബാദാണ്. അതുകൂടാതെ ആംസ് ആക്ട് കേസുമുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സ്ഥലത്ത് പോയി അന്വേഷിച്ചേ മതിയാവും. നേരത്തെ ട്രെയിനുകളിൽ ചായ വിൽപ്പനക്കാരനായി ഇയാൾ ജോലി ചെയ്തിരുന്നു. അതിനാൽ ഓടുന്ന ട്രെയിനുകളിലടക്കം വേഗത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള പ്രാവീണ്യം ഇയാൾക്കുണ്ടായിരുന്നു. 30ഓളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാളുടെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അന്നമ്മ ജോസ് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.